നമസ്കാരം. ലൈസിയം അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 18-ാം തീയതി ജനുവരി 18-ാം തീയതി നടന്ന ജനുവരി മാസത്തിൽ നടന്ന 2025 നടന്നിട്ടുള്ള കാറ്റഗറി 1 കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. കേട്ടറ്റ്, സീറ്ററ്റ്, സെറ്റ്, അതുപോലെ ബി എഡിന്റെ ഫൈനൽ സെമസ്റ്റർ MCQ പരീക്ഷ എന്നിവയ്ക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നൽകുന്ന സ്ഥാപനമാണ് ലൈസിയം അക്കാഡമി. നമ്മുടെ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, റോബിൻ കണക്കിൽ വളരെ മോശമാണ്. താഴെ പറയുന്നവയിൽ എന്തായിരിക്കാം അതിനുള്ള കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഠനശൈലി ശരിയാണ്, അഭിപ്രേരണ ശരിയാണ്, അത്യന്തമായ ആകാംക്ഷ ശരിയാണ്, മുന്നറിവുകളുടെ അഭാവം ഇതെല്ലാം ശരിയാണ്. അതായത് ഓപ്ഷൻ ബി 1, 2, 3, 4 ഇതെല്ലാം കാരണമായി വരാം. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള UN കൺവെൻഷൻ നടന്നത് ഏത് വർഷമാണെന്നൊരു ചോദ്യം. 2006 ആണ് ശരിയായിട്ട് വരേണ്ടത്. 2006 ഡിസംബർ 13. 2006 ഡിസംബർ 13 ആണ്. അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. അടുത്ത 13, തന്റെ പാവയോട് സംസാരിക്കുന്ന കുട്ടിയുടെ പ്രത്യേകത എന്താണ്? പാവയോട് 4 വയസ്സുള്ള ഒരു കുട്ടി സംസാരിക്കുന്നു, കഥകൾ പറയുന്നു, ഉറക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ അനിമിസ്റ്റിക് ചിന്ത എന്ന് പറയും, അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തതിൽ ജീവൻ കാണുക, സചേതനത്വം എന്ന് മലയാളത്തിൽ പറയും, അനിമിസ്റ്റിക് ചിന്ത. അടുത്ത സ്ഥാനാന്തരണം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസത്തിൽ ഡിസ്പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു പ്ലേസിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഫ്രസ്ട്രേഷനെ ചാനലൈസ് ചെയ്യുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അധ്യാപകന്റെ ശിക്ഷ ലഭിച്ച കുട്ടി വീട്ടിൽ വന്ന് സ്വന്തം അനുജനെ ആക്രമിക്കുന്നു, ശരിയാണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. പ്രിൻസിപ്പാളിന്റെ വഴക്ക് കേട്ട ഉദ്യോഗസ്ഥൻ തിരിച്ച് ഒന്നും പ്രതികരിക്കാതെ വീട്ടിൽ വന്ന് ഭാര്യയെ വഴക്ക് പറയുന്നു, രണ്ടും ശരിയാണ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃക അല്ലെങ്കിൽ SOI മോഡൽ, അതിനകത്ത് വേറിട്ട് നിൽക്കുന്നത് വ്യത്യസ്തമായത് ഏതാണ് എന്നാണ് ചോദ്യം. ക്ലാസസ്, യൂണിറ്റ്സ്, ഇവാലുവേഷൻ, റിലേഷൻസ് അല്ലെങ്കിൽ വിഭാഗം, ഏകകങ്ങൾ, മൂല്യനിർണ്ണയം, ബന്ധങ്ങൾ. ഇതിൽ ഇവാലുവേഷൻ ആണ് വേറിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. മറ്റുള്ള ഘടകങ്ങളെ അവഗണിച്ച് ഒരു ഘടകത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ എന്തെന്ന് വിളിക്കും? അതിനെ കേന്ദ്രീകരണം അല്ലെങ്കിൽ സെൻട്രേഷൻ എന്ന് വിളിക്കും. ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കാനുള്ള കുട്ടിയുടെ കഴിവിനെ സെൻട്രേഷൻ അല്ലെങ്കിൽ കേന്ദ്രീകരണം എന്നാണ് വിളിക്കുന്നത്. അടുത്ത 7ാമത്തെ ചോദ്യം, എ ടീച്ചർ ഹാസ് ഗിവൺ ദ ഫോളോവിംഗ് കമന്റ്സ് ഇൻ എ ക്ലാസ്. ഗേൾസ് ആർ നാച്ചുറൽ നർച്ചേഴ്സ് വൈൽ ബോയ്സ് ആർ നേച്ചറൽ റീഡേഴ്സ്. പെൺകുട്ടികൾ പ്രകൃതിയാലെ പരിപാലകരും ആൺകുട്ടികൾ പ്രകൃതിയാലെ നേതാക്കളുമായിരിക്കും എന്നത് ലിംഗസ്ഥിര രൂപം അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പിംഗിന് ഉദാഹരണം ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 8ാമത്തെ ചോദ്യം, ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷാ വികസനത്തിന് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാം? ഭാഷാ വികസനം, നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങൾ തരംതിരിക്കുക, ശരിയാണ്. കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ച് അക്ഷരങ്ങൾ നിർമ്മിക്കുക, ശരിയാണ്. വിരലടയാളം ഉപയോഗിച്ച് അക്ഷരങ്ങൾക്ക് നിറം പകരുക, ശരിയാണ്. അക്ഷരങ്ങൾ കൊണ്ടുള്ള ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനം, അപ്പോൾ ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവയെല്ലാം ശരിയാണ്. ഒരു ഉൾച്ചേർക്കൽ ക്ലാസ് മുറി അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ ടീച്ചർ എങ്ങനെയായിരിക്കണം? വ്യത്യസ്ത പഠന സാങ്കേതികങ്ങൾ ഉപയോഗിക്കുന്നു, ശരിയാണ്. കുട്ടികളുടെ ഓട്ടോണമി പരിപോഷിപ്പിക്കുന്നു, ശരിയാണ്. സഹവർത്തിത പഠന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു, ശരിയാണ്. സുരക്ഷിതവും ഋണാത്മകവുമായ പരിസരം സൃഷ്ടിക്കുന്നു, അതും ശരിയാണ്. അതായത് ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ഇവയെല്ലാം ശരിയാണ് എന്നാണ് ശരി. കുട്ടികളുടെ പേശീചാലക വികസനത്തിന് ഒരു ഉദാഹരണം എന്താണ്? കുട്ടികളുടെ പേശീചാലക വികസനത്തിന് ഉദാഹരണം എന്താണ്? ഹരരൂപത്തിലുള്ള ആഹാരം കഴിക്കുവാൻ ആരംഭിക്കുന്നു, കുട്ടിക്കാലത്ത് തനിച്ചാകുമ്പോൾ പേടി തോന്നുന്നു, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു, 1.5 വയസ്സാകുമ്പോൾ നടക്കുന്നു. അപ്പോൾ പേശീചാലക വികസനമാണ് 1.5 വയസ്സാകുമ്പോൾ കുട്ടി നടന്നു തുടങ്ങുന്നു എന്നാണ് ശരി. അടുത്ത അബ്രഹാം ഹരോൾഡ് മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ വിട്ടുപോയത് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹം, ഒന്നിച്ചു ചേരുക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡിന് മുകളിലായിട്ട് വരുന്നത് ഏതാണ്? ആത്മബഹുമാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം നീഡുകളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, സ്കൂളിലേക്കുള്ള തന്റെ ആദ്യ ദിനത്തിൽ റോബൻ ഒന്നിനു പിറകെ ഒന്നായി 3 കുട്ടികളെ കണ്ടു. 3 പേരും റോബനെ നോക്കി ചിരിച്ചു. ഈ സ്കൂളിലെ കുട്ടികളെല്ലാം നല്ല സുഹൃത്തുക്കളാണ് എന്ന നിഗമനത്തിൽ റോബൻ എത്തിച്ചേർന്നു. ഇത് ഏതു തരം ചിന്തയാണ് എന്നതാണ് ചോദ്യം. ഇതിനെ നമുക്ക് ഇൻഡക്റ്റീവ് ചിന്ത എന്ന് നമുക്ക് പറയാം. ഇൻഡക്റ്റീവ് ചിന്ത അല്ലെങ്കിൽ ആഗമന ചിന്ത, ഇൻഡക്റ്റീവ് റീസണിങ് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ. അപ്പൊ പർട്ടിക്കുലർ ടു ജനറൽ എന്ന രീതിയിലാണ് കുറച്ച് പേരിൽ നിന്നും കുറച്ച് ഉദാഹരണങ്ങളിൽ നിന്നും കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു നിഗമനത്തിലോട്ട് ഇവിടെ എത്തുകയാണ്. നിഗമനം രണ്ടാമത് വരുന്നെങ്കിൽ അതിനെ ആഗമന ചിന്ത അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എന്ന് പറയും. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ലിംഗ അനന്യത അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് സ്റ്റേജാണ്? ഫാലിക് സ്റ്റേജ്. ഓപ്ഷൻ സി ഫാലിക് സ്റ്റേജിലാണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്.
ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ഫാർമർ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, അല്ലെങ്കിൽ കർഷകൻ പ്രകൃതിപരമായ ബുദ്ധിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടികളിലെ സൂക്ഷ്മ പേശി ജാലക വികസനത്തിന് ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? സൂക്ഷ്മ പേശി ജാലക വികസനം അല്ലെങ്കിൽ ഫൈൻ മോട്ടോർ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടത് സ്വയം ആഹാരം കഴിക്കുവാൻ സ്പൂൺ നൽകുന്നു. സ്പൂൺ നൽകുക ഫൈൻ മോട്ടോർ സ്കില്ലാണ്. സ്ക്രൂ ഇടാനും അഴിക്കാനുമായിട്ടുള്ള കളിപ്പാട്ടം നൽകുന്നു. സ്ക്രൂ ഇടുക അഴിക്കുക എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആണ്, ഫൈൻ മോട്ടോർ സ്കില്ലാണ്. അപ്പോൾ 3ഉം 4ഉമാണ് ശരിയായ ഉത്തരം. 3ഉം 4ഉം ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ശരി. ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന സഹായക സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണം ഏതാണ്? അസിസ്റ്റീവ് ടെക്നോളജി. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അസിസ്റ്റീവ് ടെക്നോളജി. അതുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? ആക്ടിവേറ്റഡ് വോയിസ് കമ്പ്യൂട്ടർ ശരിയാണ്. വീൽ ചെയർ ഉപയോഗിക്കും ശരിയാണ്. വലിയ പ്രിന്റുകളോട് കൂടിയ പുസ്തകം ശരിയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞത് എല്ലാം ശരിയാണ് എന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തൊരു ചേരുംപടിയാണ്. സ്കീമ എന്ന ആശയം എന്തുമായി ബന്ധപ്പെടുന്നു? സ്കീമ പിയാഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 3ഉമായിട്ട് കണക്ട് ചെയ്യാം. A3 കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ചോംസ്കി. B4. അടുത്ത് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് എറിക് എറിക്സണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. C1. അടുത്ത് ZPD വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. D2. അപ്പോൾ D2 A3 എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷൻ എ ആണ് ഉത്തരം. A3 സ്കീമ എന്ന് പറയുന്നത് പിയാഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐഡന്റിറ്റി ക്രൈസിസ് എറിക്സണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ZPD വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടത് ആണ്. പഠനത്തിനായുള്ള മൂല്യനിർണ്ണയത്തിന് ഉദാഹരണം ഏത്? പഠനത്തിനായുള്ള മൂല്യനിർണ്ണയം അല്ലെങ്കിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് ക്ലാസ്സിൽ നടക്കുന്ന ചർച്ച പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. ക്ലാസിന്റെ ഇടയിൽ സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരി പഠനത്തിനായുള്ള വിലയിരുത്തൽ ആണ്. ഓക്കെ, അപ്പോ 1ഉം 2ഉമാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. അടുത്ത കണ്ടീഷനിങ്ങിന് ശേഷമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശരിയായ വാചകം ഏത്? കണ്ടീഷനിങ്ങിന് ശേഷം എന്താണ്? ഡോഗ് ഹിയേഴ്സ് ദ ബെൽ ആൻഡ് സലൈവേറ്റ്സ്. മണിനാദം മാത്രം കേട്ടുകൊണ്ട് പട്ടി എന്ത് ചെയ്യുന്നു? ഉമിനീർ സ്രവിക്കുന്നു. അതിനെ കണ്ടീഷൻഡ് ബിഹേവിയർ അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട പെരുമാറ്റം എന്ന് പറയും. അടുത്ത 20ാമത്തെ ചോദ്യം. പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ടോമി കരഞ്ഞുകൊണ്ടിരിക്കെ മിഠായി കണ്ടയുടനെ പൊടുന്നതിനെ കരച്ചിൽ നിർത്തി ചിരിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ വൈകാരിക അവസ്ഥകൾ പെട്ടെന്ന് മാറുന്നു. അതിനെ ട്രാൻസിറ്ററി പീരീഡ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ്? ക്ഷണികമാണ്, ട്രാൻസിറ്ററി ആണ്. വൈകാരികത അവസ്ഥകൾ വളരെ ക്ഷണികമാണ്, അതേസമയം തന്നെ തീവ്രവുമാണ്. തെറ്റായ ബന്ധം കണ്ടുപിടിക്കുക എന്നതാണ് അടുത്ത ചോദ്യം. 21ാമത്തെ ചോദ്യം. ഇന്ദ്രിയ ചാലക ഘട്ടം വസ്തുസ്ഥൈര്യത ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. വസ്തുസ്ഥൈര്യത ഉണ്ടായിരിക്കുക എന്നാണ് ശരി. അപ്പോൾ 21 ഓപ്ഷൻ എ ആണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി അനുഭവിക്കുന്ന ആദ്യത്തെ മനോസാമൂഹിക പ്രതിസന്ധി ഏതാണ്? ഫസ്റ്റ് സൈക്കോ സോഷ്യൽ ക്രൈസിസ് ഏതാണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നതാണ് ആദ്യമായിട്ട് വരുന്നത്. വിശ്വാസം വേഴ്സസ് അവിശ്വാസം എന്നതാണ് ആദ്യത്തെ കുട്ടിയുടെ മനോസാമൂഹിക പ്രതിസന്ധി, സൈക്കോ സോഷ്യൽ ക്രൈസിസ്. അടുത്ത് ലിംഗ അനന്യത അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി എന്ന ടേം സജസ്റ്റ് ചെയ്തത് ആരാണ്? ലിംഗ അനന്യത അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് റോബർട്ട് ജെ സ്റ്റോളർ ആണ്. ജെൻഡർ ഐഡന്റിറ്റി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ജനറൽ എക്സൈറ്റ്മെന്റ് എന്ന ഒരു വികാരം മാത്രം കാണിക്കുന്ന കുട്ടി ഏത് പ്രായത്തിലായിരിക്കും? ബ്രിഡ്ജസ് ചാർട്ടിൽ ഏത് പ്രായത്തിലായിരിക്കും? ഇൻഫൻസി അല്ലെങ്കിൽ ശൈശവത്തിലായിരിക്കും. അടുത്ത വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. 5 ശരിയുത്തരങ്ങൾ വീതം പറഞ്ഞ കുട്ടികൾക്ക് അധ്യാപിക 1 സ്റ്റാർ നൽകുന്നു. ശരിയാണ്, ഫിക്സഡ് ആണ്, ശരിയാണ്. 10 പദ്ധതി രൂപരേഖ വീതം തയ്യാറാക്കിയ കുട്ടിക്ക് അധ്യാപകൻ ഒരു സമ്മാനം നൽകുന്നു. ശരിയാണ്, ഫിക്സഡ് ആണ്. ശരിയുത്തരം നൽകുന്ന മുറയ്ക്ക് അധ്യാപിക കുട്ടികളെ പ്രകീർത്തിക്കുന്നത് തെറ്റാണ്, ഫിക്സഡ് അല്ല. 5 കാറുകൾ വീതം വിൽപ്പന നടത്തുന്ന ജോലിക്കാരന് പ്രൊമോഷൻ നൽകുന്നു, അതും ഫിക്സഡ് ആണ്. ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ഫിക്സഡ് ആണ്. 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത് ഏറ്റവും ശരിയായി ചേരുന്നത് ഏതാണ്? ഡിസ്ലെക്സിയ വായിക്കാനുള്ള വൈകല്യം, അത് ശരിയാണ്. ഏറ്റവും ശരിയായത് ഓപ്ഷൻ എ തന്നെ ആണ്. അടുത്ത് സാൻമാർഗിക വികസന തത്വത്തിലെ പ്രീ കൺവെൻഷണൽ കാലഘട്ടം എത്ര മുതൽ എത്ര വരെയാണ്? 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഒരു അധ്യാപിക പ്രതിഭാധനനായ ഒരു കുട്ടിയെ ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി വളരെ പെട്ടെന്ന്. അതിനെ നമുക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തൽ എന്ന് പറയാം. ഗിഫ്റ്റഡ് കുട്ടികളെ ത്വരിതപ്പെടുത്തൽ കൊടുക്കും. ജാമറ്റ് എന്ന കുട്ടിയുടെ കാഴ്ചയിൽ നിന്ന് പാവയെ മാറ്റിയപ്പോഴേക്കും ജാമറ്റ് പാവയെ പൂർണ്ണമായി മറന്നുപോയി. അങ്ങനെ മറക്കുന്നത്
ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെങ്കിൽ വസ്തുസ്ഥൈര്യതയുടെ കുറവാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് വസ്തുസ്ഥൈര്യതയുടെ കുറവുള്ളത്? ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ സി ആണ് ഉത്തരം. നല്ല കുട്ടി എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ധാർമ്മിക വികസന കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ആ കുട്ടി ഏത് സ്റ്റേജിലാണ്? കൺവെൻഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ 2025 ആദ്യത്തെ കേട്ടറ്റ് പരീക്ഷയുടെ കാറ്റഗറി 1 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക. താങ്ക് യു.